തൃശൂരിൽ ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കമ്മീഷൻ അംഗം വി ഗീതയാണ് ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത്. സംഭവത്തിൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ പോലീസിനും റെയിൽവേക്കും നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, നമുക്കറിയാം ഒരു ആംബുലൻസിന്റെ ഒരു സേവനം ലഭിക്കാതെ വന്നതോടെയാണ് ഒരു യുവാവിന് ജീവൻ നഷ്ടമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നമ്മളടക്കം വലിയൊരു വാർത്ത തന്നെയാണ് നമ്മൾ പുറത്തുവിട്ടത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മരണപ്പെട്ട യുവാവിന് നീതി ലഭിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ തീരുമാനത്തിലൂടെയൊക്കെ മനസ്സിലാക്കാൻ. മനുഷ്യാവകാശ കമ്മീഷൻ വി ഗീതയാണ് ഇത്തരത്തിൽ ഉത്തരവിട്ടത്. 15 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനും റെയിൽവേക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും അതുപോലെ സദേൺ റെയിൽവേ ഡിവിഷണൽ മാനേജറോടുമാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെയാണ്. മുളകുംതുകാവ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് യുവാവ് മരണപ്പെടുന്നത്. ഓക്ക എക്സ്പ്രസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് യുവാവിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. തുടർന്ന് റെയിൽവേ അറിയിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം മുളകുംതുകാവ് റെയിൽവേ സ്റ്റേഷനിൽ ആംബുലൻസ് ഒരുക്കി നിർത്താമെന്നൊക്കെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ട്രെയിൻ മുളകുംതുകാവ് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി. തുടർന്ന് യുവാവിനെ അവിടെ ഇറക്കി പ്ലാറ്റ്ഫോമിൽ ബെഞ്ചിൽ കിടത്തി. അരമണിക്കൂർ വൈകിയാണ് അവിടേക്ക് ആംബുലൻസ് എത്തിയത്. അതിനുള്ളിൽ യുവാവ് പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. ആശുപത്രിയിലേക്ക് എത്തിച്ച ശേഷം ഡോക്ടർമാരും ഇക്കാര്യം സ്ഥിരീകരിച്ചു. കൂടെ ഉണ്ടായിരുന്നവരോട് ഡോക്ടർമാർ പറഞ്ഞു അരമണിക്കൂർ നേരത്തെ എത്തിക്കുകയാണെങ്കിൽ ഒരു യുവാവിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുൾപ്പെടെ സംഭവങ്ങളാണ് അന്നുണ്ടായത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മാധ്യമ വാർത്തകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 15 ദിവസത്തിനകം അന്വേഷണം നടത്തി ഈ കുറ്റക്കാരെ ആരാണെന്ന് കണ്ടെത്തി അതനുസരിച്ചുള്ള റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷിക്കണം, അതുപോലെ സദേൺ റെയിൽവേ ഡിവിഷണൽ മാനേജറും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ വിഷയത്തിൽ റെയിൽവേയുടെ ഭാഗത്ത് തെറ്റ് ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ റെയിൽവേ തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ബഹളം വെച്ചതോടെയാണ് ഈ യുവാവിനെ കൊണ്ടുപോകാൻ വൈകിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സദേൺ റെയിൽവേ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ഈ അന്വേഷണത്തിന് 15 ദിവസത്തിനകം ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് വിശ്വാസം. ദീപ്തി. ശരി. തൃശൂരിൽ ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. കമ്മീഷൻ അംഗം വി ഗീതയാണ് ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത്. സംഭവത്തിൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ പോലീസിനും റെയിൽവേക്കും നിർദ്ദേശം നൽകി. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.